അസ്സലാമു സ്നേഹമുള്ളവരെ, അള്ളാഹു നാമേവരെയും സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. സത്യവും അസത്യവും നമുക്കറിയാം, എന്താണ് സത്യം എന്താണ് അസത്യം എന്നുള്ളത്. പക്ഷേ ഇസ്ലാമികപരമായ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ പലർക്കും പല രീതിയിലായി പോയതുകൊണ്ട് അതിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കൺഫ്യൂഷനായി നിലകൊള്ളുന്ന ഒരറിവുമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ചരിത്രപരമായി എല്ലാ വിഷയങ്ങളും പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് പല രീതിയിൽ തർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ തർക്കങ്ങളോടൊന്നും ബന്ധമില്ലാത്ത മറ്റൊരു വഴിയാണ് സൂഫിസത്തിൻ്റെ വഴി. പ്രവാചകന്റെ കാലത്തിന് മുന്നേ തന്നെ സൂഫി മാർഗം ഉള്ളത് തന്നെയാണ്. എന്താണ് സൂഫിസം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരറിവ് പലർക്കും ഇല്ല എന്നുള്ളതാണ് ചില കമൻറ്റുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലർ പറയുന്നു ഇത് ഷിയാക്കളുടെ ഒരു ആചാരമാണ്, ഇത് എവിടെ നിന്നാണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്നത് താൽക്കാലികമായ അറിവുള്ള ആൾക്കാരുടെയാണ്. അവരത് പറയാനുള്ള കാരണം ഈ ദർഗകളിൽ നടക്കുന്ന ഈ ഉറൂസ്, കൊടികയറ്റം, ആന എഴുന്നള്ളിപ്പ്, വാദ്യമേളങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇത്തരം വിഷയങ്ങളെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇതൊന്നുമായിട്ട് സൂഫികൾക്ക് യാതൊരു ബന്ധവുമില്ല. എല്ലാ അള്ളാഹുവിനെ സ്നേഹിച്ച സൂഫികളും ജനങ്ങളോട്, അതായത് എല്ലാവരോടുമല്ല, മനസ്സിലാക്കുന്നൊരു വിഭാഗവുമായിട്ട് ഷെയ്ഖ് മുരീദ്, റസൂലും സഹാബത്തും എന്ന പോലെ തന്നെ ഷെയ്ഖ് മുരീദ് എന്ന് പറയുന്നൊരു കൂട്ടായ്മയിലൂടെ സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു പോയ ആളുകളാണ്. ഓരോ ഷെയ്ഖന്മാരും അവരവരുടെ രീതിയിൽ മനുഷ്യരെ നന്മയിലേക്ക് കൊണ്ടുവരാനും എല്ലാ ദേഹേച്ഛകളിൽ നിന്നും വെടിഞ്ഞ് ആത്മീയ ദർശനത്തിൽ എത്തപ്പെടാൻ വേണ്ടി ഓരോ ആളുകളും കാട്ടിക്കൊടുത്ത വഴികൾക്ക് വ്യത്യസ്തമായ നാമങ്ങളുണ്ട്. ഖാദിരിയ, ചിസ്തി, നക്ഷബന്ദി, റിഫായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാണാം. അതിനൊക്കെ ഒരു ഷെയ്ഖുണ്ട്. അത്തരം ഷായിഖന്മാരെ കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവരാരും ചന്ദനക്കുടവും നേർച്ചയൊന്നും നടത്തിയിട്ടില്ല. ഇതെല്ലാം ഇവരുടെ വഫാത്തിന് ശേഷം അവരടക്കം ചെയ്ത സ്ഥലത്ത് ഒരു വിഭാഗം ആളുകൾ അവരോടുള്ള ബഹുമാനം കൊണ്ട് കാണിക്കുന്ന ആദരവ് എന്തൊക്കെയോ ആയി മാറി എന്നുള്ളത് വാസ്തവമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ബിസിനസ്സുമായി മാറിയിട്ടുണ്ടെന്നുള്ളതും സത്യം തന്നെയാണ്. എങ്കിൽ നമ്മൾ പറയുന്ന വിഷയവും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഒരു സൂഫിയും ഇത്തരം ആചാരങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നൊന്നും പറഞ്ഞു കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ കണ്ട ഷെയ്ഖന്മാർ പോലും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പുന്നരുന്തി ജുമാ മസ്ജിദിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു മഹാന്റെ ഖബറിടമുണ്ട്, പള്ളിപ്പടി അഹമ്മദ് കുട്ടി മസ്താൻ. അവിടെ വാദ്യമേളങ്ങളോ ചെണ്ടയോ ഘോഷയാത്രയോ ആനയോ അമ്പാരിയോ ഒന്നുമില്ല. ഇസ്ലാമികപരമായ പദപ്രഭാഷണങ്ങളും അന്നദാനം ചെയ്യലും ഒക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ സി.എം. വലിയുല്ലാഹിൻ്റെ മക്കാമ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞ പോലെ ആനയും അമ്പാരിയും പ്രശ്നങ്ങളും വാദ്യമേളങ്ങളൊന്നും അവിടെയും ഇല്ല. അവിടെയും നടക്കുന്നത് മജ്ലിസുകൾ സംഘടിപ്പിക്കുക, ജനങ്ങൾക്ക് പ്രബോധനം കൊടുക്കുക, അന്നദാനം നടത്തുക, ഇതാണ് അവിടെയും കാണാൻ കഴിയുന്നത്. വടകര മുഹമ്മദ് ഹാജി തങ്ങളെ എടുത്തു നോക്കിയാലും അവിടെയും നമുക്കിത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇടയത്തോട് സിറാജുദ്ദീൻ തങ്ങൾ, അവരുടെ അടുത്തും ഇത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഞാൻ പരിചയപ്പെട്ട ഈ മഷായിഖന്മാരുടെ ആരുടെയും മക്കാമുകളിൽ ഇങ്ങനെ ഒരു ആചാരം നടക്കുന്നതായിട്ട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ പൊതുവേ കടപ്പുറവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം ആചാരങ്ങളൊക്കെ അരങ്ങേറുന്നത്. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. കാരണം അവിടെയുള്ള ഒരു വിഭാഗം മറ്റ് മതവിഭാഗക്കാർ വന്നുകൊണ്ട്
അവരുടേതായ രീതിയിൽ ആ സന്ദർഭത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരിക്കൽ പൊന്നാനിയിലെ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കുന്ന ഇത്തരം ആചാരങ്ങൾക്കെതിരെ പള്ളി കമ്മിറ്റിയോട് കടുത്ത വിമർശനം നടത്തുകയും അവർക്കിതിൽ പങ്കില്ല എന്നും മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് വേറൊരു വിഭാഗമാണ് ചെയ്തു കൂട്ടുന്നതെന്നും അതിനെതിരെ പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവരെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നും പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളല്ല, ഒരു വിഭാഗം ജനങ്ങൾ തന്നെ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തിയാണ്. അതിന് പള്ളിക്കാർക്കൊന്നും ചെയ്യാനും കഴിയുന്നില്ല. അതൊരു വലിയ സംഘർഷാവസ്ഥയ്ക്ക് ഇടയാകും എന്നുള്ളതാണ് വാസ്തവം. അതെല്ലാവരും തിരിച്ചറിയണം. അപ്പോൾ ഒരു പള്ളിയും ഒരു പള്ളിയിലെ ഖത്തീബും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനെതിരെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സൂഫിസം എന്ന് ചോദിച്ചാൽ, സൂഫിസം എന്ന് പറയുന്നത് അഴുക്കായ ഒരു വസ്ത്രത്തെ അലക്കിയെടുക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ്. ഓരോ മഹാന്മാരും അവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലായ കാര്യങ്ങളിലൂടെ അവർ സ്വയം പിന്തിരിഞ്ഞ് അവരൊരു സൂക്ഷ്മമായ വഴി സഞ്ചരിച്ചു പോകുമ്പോൾ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിച്ച് അവരുടെ അരികിലെത്തുമ്പോൾ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് മനസ്സിലാകുന്നവരവരെ ബഹുമാനത്തോടു കൂടി കാണുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. എന്നാൽ മനസ്സിലാകാത്തവർ പുറത്തു പോയിക്കൊണ്ട് അയാൾ കള്ളനാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ എല്ലാവർക്കും കഴിയും. എന്തായാലും ആരെയും ഉപദ്രവിക്കാനോ പ്രയാസപ്പെടുത്താനോ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കാനോ ഒന്നും അല്ല. ചിലപ്പോൾ അവരുടെ ചില പ്രവൃത്തികളൊക്കെ മനസ്സിലാകാത്തവർക്ക് വേദനയായി മാറും. കാരണം പരീക്ഷണങ്ങൾ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനെയും അല്ലാഹു തആലയും നേരെയാക്കിയിട്ടില്ല. നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ഇവിടുത്തെ ഔലിയാക്കന്മാരെല്ലാവരും മാറി നിൽക്കട്ടെ. എന്തായാലും റസൂലിനെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രവാചകൻ അള്ളാഹുവിനെ കണ്ടു വന്ന ആളാണെന്നാണ് പറയുന്നത്. ആ പ്രവാചകന് പോലും എത്രയോ കഠിനമായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തെല്ലാം വിഷമകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അള്ളയുണ്ടായിട്ടും എന്തുകൊണ്ട് അവർക്ക് ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു? ശത്രുക്കൾ ഒരു ഭാഗത്ത്, സ്വന്തം കുടുംബക്കാർ തന്നെ ശത്രുക്കളായിക്കൊണ്ട് തന്നെ അവർക്ക് നേരെ എത്രയോ അക്രമങ്ങൾ അയച്ചുവിട്ടു. ഒരു പരിധിവരെയൊക്കെ ക്ഷമിച്ചെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ അതെല്ലാം യുദ്ധമായി മാറിയിട്ടുമുണ്ട്. ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ വെറുതെ ഒരു അക്രമം ഫറോവയെ പോലെ നമ്രൂദിനെ പോലെ വെറുതെ അക്രമം അയച്ചു വിടലല്ലായിരുന്നു. സത്യത്തിന് വേണ്ടി അവർ യാത്ര ചെയ്യുമ്പോൾ അവരെ ഉപദ്രവിച്ചവരുടെ മുമ്പിൽ അവർ ഒരു പരിധിവരെ സൂക്ഷ്മത പാലിക്കുകയും ഗതികെട്ടപ്പോൾ യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്ത സാഹചര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു വിഷയം. അങ്ങനെ രണ്ടാമത്തെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് റസൂലിനെ പിൻപറ്റിയ സഹാബത്തുക്കൾ പോലും എന്തെല്ലാം ത്യാഗം അനുഭവിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ അനുഭവിച്ച ത്യാഗം നമ്മൾ വായിച്ചു നോക്കും. എന്തിനാണ് അവർക്ക് ഇത്രയും വലിയ ത്യാഗം അനുഭവിച്ചത്? പട്ടിണി കിടന്നു, ഉള്ള സ്വത്തുക്കളെല്ലാം പോയി, ഉടുക്കാൻ തന്നെ തുണിയില്ലാതെയായി. ഖദീജ ബീവി റസൂലിനെ കാണുന്നതിന് മുമ്പ് ധനികയാണെന്നാണ് പറയുന്നത്. പിന്നെ എന്തായിരുന്നു അവരുടെ ലൈഫ് എന്ന് നമ്മളൊന്ന് വായിച്ചു നോക്കും. അങ്ങനെ ഓരോ വ്യക്തികളെയും പഠിച്ചു നോക്കുമ്പോൾ ഇവരെല്ലാം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മറിയം ബീവിയെ തന്നെ നോക്കൂ. അള്ളാഹുവിനെ ഒരുപാട് സ്നേഹിക്കുകയും ഒരു പുരുഷനെ പോലും കാണാതെ ഒരു തെറ്റിലും പെടാതെ വളരെ സൂക്ഷ്മമായി സഞ്ചരിച്ചിട്ട് പോലും അവർ ഗർഭം ധരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ മോശമാക്കപ്പെടുകയും ആ മോശമാക്കപ്പെട്ട അവസ്ഥയിൽ പോലും അള്ളാഹുവിനെ തള്ളിപ്പറയാതെ അവർ മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ നമുക്ക് ലഭിച്ചത്. ഇതെല്ലാം വിശ്വാസിക്ക് മനസ്സിലാകും, അവിശ്വാസിക്ക് അതൊരു പൊട്ടക്കഥയായിട്ട് ഫീൽ ചെയ്യും. അത് രണ്ടും ഈ ലോകത്ത് തന്നെ ഇന്നും നിലകൊള്ളുന്നു. യഥാർത്ഥത്തിൽ എല്ലാവരും പരീക്ഷിക്കപ്പെടും എന്നുള്ളത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ നിന്നെ പരീക്ഷിക്കില്ല എന്നാണോ നീ കരുതുന്നത്? ഏതൊരു മനുഷ്യനെയും പരീക്ഷിച്ചിട്ടല്ലാതെ ഞാൻ എൻ്റെ മാർഗത്തിലേക്ക് എടുക്കില്ല. അപ്പോൾ അവൻ്റെ മനസ്സ്, ഞാൻ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടെ നിലകൊള്ളുന്ന ആളുകളോട് പറയാറുണ്ട്, ഈ ലോകത്ത് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി വച്ചിരിക്കുന്ന ഫറോവയുടെ ബോഡി ഇന്നും സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എന്തിനാണത് അങ്ങനെ സൂക്ഷിക്കപ്പെട്ടത്?
നമ്മളതൊന്ന് വളരെയധികം ഇരുന്ന് ആലോചിക്കണം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, അള്ളാഹുവിനെതിരായി പ്രവർത്തിക്കുകയും ഞാനാണ് ഏറ്റവും യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം അത്ഭുതം മൂസാ നബിയുടെ വരവോടുകൂടി അദ്ദേഹം കണ്ടെങ്കിലും തൻ്റെ വിശ്വാസത്തിൽ നിന്നൊരു അണുമണി തൂക്കം വ്യതിചലിക്കാതെ ഉറച്ചു നിന്ന ഒരു വ്യക്തി. അപ്പോൾ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെ കണ്ടാലും അണുമണി തൂക്കം പതറാതെ നിൽക്കുന്ന ഒരു വിശ്വാസിയെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് മറിയത്തിനെ ഒന്ന് ഇളക്കി നോക്കിയത്. അബൂബക്കറിനെയും ഉമറിനെയും അതുപോലെയുള്ള എല്ലാ സഹാബത്തുക്കളെയും നല്ലപോലെ ഇളക്കി നോക്കി, ഇവർക്ക് ചാഞ്ചാട്ടം സംഭവിക്കുമോ എന്ന്. പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് ചെറിയ ഒരു എന്തെങ്കിലും നഷ്ടം വന്നാൽ മതി, ചെറിയ നഷ്ടം വരുമ്പോൾ തന്നെ അവരെല്ലാം ഇട്ടെറിഞ്ഞോടും. എന്തൊരു സമാധാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞതാണ്. അള്ളാഹിൻ്റെ വലിയനെ കണ്ടു കഴിഞ്ഞാൽ 100 രൂപ 2000 ആകുമെന്നാണ് കരുതിയത്. ഇപ്പോൾ 100 പോയിട്ട് അത് 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയായി എന്നും പറഞ്ഞുകൊണ്ട് കരയണ ആൾക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ഓടിക്കയറുകയാണ്. സൂഫികളെ ഭയങ്കര ഇഷ്ടം, സൂഫിയുള്ള സ്ഥലത്തേക്ക് ചെല്ലാനിഷ്ടം, സൂഫിയുടെ മാർഗത്തിൽ സഞ്ചരിക്കാനിഷ്ടം. ഈ ഇഷ്ടം പറയുന്നവരൊക്കെ അവരുടെ അരികിൽ ചെന്ന് കഴിഞ്ഞാൽ ശ്വാസം മുട്ടി മരിക്കുകയുള്ളൂ. ദുനിയാവിനോടുള്ള ഭ്രമം തലക്ക് പിടിച്ചവനിക്ക് ഒരു സൂഫിയുടെ അരികിലും ഇരിക്കാൻ കഴിയില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഒരു സൂഫിയും അത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നവനുമല്ല. അവൻ്റെ കയ്യിലുള്ളതെല്ലാം തന്നെ തൻ്റെ വെറും ഒരു നേരം പോക്ക് മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം ഞാൻ തന്നെ കാണാത്ത ഒരുപാട് ആൾക്കാരെ കാണുകയും പല ആളുകളിൽ നിന്ന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഉദ്ദേശിച്ചു പോയതല്ല, പക്ഷെ യാദൃശ്ചികമായി സംഭവിച്ച കാര്യങ്ങളാണെല്ലാം. അവർക്ക് ഞാനൊരു ശത്രുവായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആരും ശത്രുക്കളല്ല. കാരണം എനിക്ക് 2 ജീവിതമുണ്ട്. ഒരു ജീവിതം ഞാൻ ദുനിയാവിനെ സ്നേഹിച്ച് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. അന്ന് സൂഫികളെ എനിക്ക് പരിചയമില്ല. സൂഫികളെ ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അവരെ ഇഷ്ടപ്പെട്ട ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങിയ ഒരു കാലമുണ്ട്. അതിനുശേഷം യാദൃശ്ചികമായി നമ്മൾ പറയാൻ വിധിക്കപ്പെട്ടവനായി മാറിയപ്പോൾ പറയുകയും ചെയ്യും. അത് തിരിഞ്ഞവരുമുണ്ട്, തിരിയാത്തവരുമുണ്ട്. കുറ്റം പറഞ്ഞു പോയവരും പരിഹസിച്ചു പോയവരും വേദനിപ്പിച്ചവരും എല്ലാമുണ്ട്. അവർക്കെല്ലാം ഓരോരോ കാരണങ്ങൾ. പക്ഷേ എന്നതുപോലെ വർഷങ്ങളായിട്ട് എല്ലാം അനുഭവിച്ചിട്ടും കൂടെ നിൽക്കുന്ന നല്ലവരായ ആളുകളുമുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ഇത്രയും അള്ളാഹു ഉദ്ദേശിച്ചവർ നന്നാവുകയും അല്ലാത്തവർ പിഴക്കുകയും ചെയ്യും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ ഒരു തർക്കം നടത്തിയിട്ട് കാര്യമില്ല. ഉദ്ദേശിച്ചവർക്കത് മനസ്സിലാകും, അല്ലാത്തവർക്ക് മനസ്സിലാകില്ല. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ചിലരുടെ കണ്ണും കാതും ഞാൻ മുദ്ര വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് എത്ര താക്കീത് നൽകിയാലും അവർ അനുസരിക്കുകയില്ല. അവർ മോഹങ്ങളുടെ പുറകെയാണ്, മോഹഭംഗങ്ങൾ അവരിഷ്ടപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് മോഹങ്ങളോടുകൂടി ജീവിക്കുന്നവർ ഒരിക്കലും ഈ ചാനൽ കാണുകയോ കേൾക്കുകയോ ചെയ്യാതിരിക്കുക. കാരണം അതൊക്കെ കുറേ കഴിയുമ്പോൾ നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ്. ഞാൻ പലരോടും പറയാറുണ്ട്, ഒരുപാട് സന്തോഷിക്കുന്നവനിക്കൊരു സങ്കടം വന്നാൽ താങ്ങാൻ പറ്റില്ല. എന്നാൽ എന്നും സങ്കടമുള്ളവനിക്കൊരു സന്തോഷം വന്നാൽ അവനിക്ക് സന്തോഷിക്കാൻ പറ്റും നല്ല രീതിയിൽ. അപ്പം അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവനും മരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുമുണ്ട്. അതിൽ മരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നൊരു വിഭാഗമാണ് സൂഫികൾ. അവർക്ക് മറ്റൊന്നിനോടും ഭ്രമമില്ല. അവരവരെ സ്നേഹിക്കുന്ന വിശ്വാസികളോട്. ഇപ്പം ഞാൻ ഈ വഴിയിൽ വന്നിട്ട് ഏകദേശം ഒരു 25 വർഷത്തോളമായി. ഈ 25 വർഷത്തോളം എൻ്റെ കൂടെ കണ്ടുമുട്ടിയ കാലം മുതലേ ബന്ധം സ്ഥാപിച്ച ആളുകളുമുണ്ട്. എന്നാൽ കണ്ട് മനസ്സിലാക്കാതെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിണങ്ങിപ്പോയവരുമുണ്ട്. എന്ന് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വഴിയിലൂടെ പോകുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നതല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ മതഗ്രന്ഥം നോക്കി സംസാരിക്കുന്നതല്ല, ഹദീസ് നോക്കി പറയുന്നതല്ല, ഒരു പണ്ഡിതൻ്റെ വാക്ക് കേട്ടിട്ട് പറയുന്നതല്ല. എൻ്റെ അനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അറിവുകളും മാത്രമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അത് ചിലർക്ക് തെറ്റായിരിക്കാം, ചിലർക്ക് ശരിയായിരിക്കാം. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, സൂഫികൾക്ക് ഷിയാക്കളെന്നോ
സുന്നികളെന്നോ മുജാഹിദെന്നോ തബ്ലീഗെന്നോ പറയുന്ന ഗ്രൂപ്പൊന്നുമില്ല. സൂഫി തന്നെയാണ്. അവർക്ക് ആനയും അമ്പാരിയുമായിട്ടൊരു ബന്ധമില്ല. അവരുടെ ഖബറിടങ്ങളിൽ കിടന്ന് ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നതിന് അവരെന്ത് ചെയ്യാൻ പറ്റും? ചിലർ തോന്നിവാസം കാണിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇത്രയൊക്കെ ആനയെ കുത്തിക്കൊന്നിട്ടും അവർ പിന്നെ അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ നമുക്ക് തിരുത്താൻ കഴിയില്ല. അവരങ്ങനെ കിടക്കും. അബൂലഹബിൻ്റെ വിഭാഗം അങ്ങനെയും റസൂലിൻ്റെ വിഭാഗം ഇങ്ങനെയും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കിയവർ അള്ളാഹുവിൻ്റെ മശായിഖന്മാരെ സ്നേഹിക്കുക. അവരുടെ ഖബറിങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ